നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഉപേക്ഷിച്ച് വിദേശ രാജ്യങ്ങൾ തേടി പോകുന്ന പൗരന്മാരുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ നിരവധി യുവാക്കളാണ് ഇന്ത്യയിൽ നിന്നും കുടിയേറി പാർക്കാനായി മറ്റ് രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് പോയത്. പഠനത്തിനായും ജോലിക്കായും പോയ നിരവധി പേരുമുണ്ട്. ഇപ്പോഴത്തെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. അതായത് 2011 മുതൽ 1.6 ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ തങ്ങളുടെ പൗരത്വം ഉപേക്ഷിച്ചതായി വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. ലോക്സഭയിലാണ് മുരളീധരൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ ഈ വർഷം ഒക്ടോബർ വരെ 1,83,741 പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. 2015 ജനുവരി മുതൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി കോൺഗ്രസ് അംഗം അബ്ദുൽ ഖാലിദാണ് ചോദ്യം ഉന്നയിച്ചത്. 2015 1,31,489 പേരും, 2016 1,41,603 പേരും, 2017 1,33,049 പേരും, 2018 1,34,561 പേരും, 2019 1,44,017 പേരും, 2020 85,256 പേരും, 2021 1,63,370 പേരുമാണ് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത്. 2011 ഇത് 1,22,819, 2012 1,20,923, 2013 1,31,405, 2014 1,29,328 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം പൗരത്വം ഉപേക്ഷിക്കുന്നവർ ഇന്ത്യക്ക് നഷ്ടമാക്കുന്ന സമ്പത്തിന്റെ കണക്കിനെ കുറിച്ചുള്ള ചോദ്യത്തോട് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സൂക്ഷിക്കുന്നില്ല എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർ ഒഴികെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വിദേശികളുടെ എണ്ണം 2015 93, 2016 183, 2017 175, 2018 129, 2019 113, 2020 27, 2021 442, 2022 60 എന്നിങ്ങനെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ 8,441 ഇന്ത്യക്കാർ നിലവിൽ വിദേശ ജയിലുകളിൽ കഴിയുന്നതായി മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി മുരളീധരൻ വ്യക്തമാക്കി. ഇതിൽ 4,389 പേർ UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിലെ ജയിലുകളിലാണ് കഴിയുന്നത്. ഇന്ത്യയും UAEയും ശിക്ഷിക്കപ്പെട്ട വ്യക്തികളെ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഉടമ്പടിയിൽ ഒപ്പുവച്ചിട്ടുമുണ്ട്. ഇതനുസരിച്ച് എമിറേറ്റുകളിലെ ജയിലുകളിൽ കഴിയുന്ന ഇന്ത്യൻ പൗരന്മാരെ അവരുടെ ശിക്ഷയുടെ ശേഷിക്കുന്ന കാലം ഇന്ത്യയിലേക്ക് മാറ്റാനും തിരിച്ചുമുള്ള കരാർ നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ശിക്ഷിക്കപ്പെട്ടവരെ കൈമാറ്റം ചെയ്യുന്നതിന് ആവശ്യമായ രേഖകൾ UAEക്ക് അയച്ചിട്ടുണ്ട് എന്നും മുരളീധരൻ ചൂണ്ടിക്കാണിച്ചു. കരാർ പ്രകാരം ശിക്ഷിക്കപ്പെട്ട വ്യക്തിയെ അയാളുടെ ദേശീയതയുള്ള രാജ്യത്തേക്ക് മാറ്റുന്നത് തടവുകാരന്റെ കൈമാറ്റം ചെയ്യാനുള്ള സന്നദ്ധത, കൈമാറ്റം ചെയ്യപ്പെടുന്നതായും സ്വീകരിക്കുന്നതുമായ രാജ്യത്തിന്റെ സമ്മതം, പൂർണ്ണമായ ഡോക്യുമെന്റേഷൻ ലഭ്യതയും ഉചിതമായ ഏജൻസികളിൽ നിന്നുള്ള ക്ലിയറൻസും പോലുള്ള നിരവധി ഔപചാരികതകൾ പൂർത്തീകരിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇത് നടക്കുക. ഇത്തരത്തിലുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിൽ നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് എന്നത് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.